അവസാനമായി 25 കോടിയുടെ ലഹരിമരുന്ന് എത്തിച്ച് രാജ്യത്താകമാനം വിതരണം ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നാണ് എഡിസന്റെ മൊഴി. വലിയ ഡീലിനായി നീക്കം നടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. പിടിയിലായ 4 പേരും ഒരേ കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചവരെന്നും എഡിസൺ പറയുന്നു. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ഉണ്ട്. സഹിനെ, ഇതിപ്പോ കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ്. മാത്രമല്ല, പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ രാജ്യത്ത് ഒരു വലിയ സംഘം, ഒരു വലിയ ഇടപാട് തന്നെ നടക്കുമായിരുന്നു എന്ന കാര്യവും ഉറപ്പായിരുന്നു. തീർച്ചയായിട്ടും സേതു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് എഡിസൺ അടക്കമുള്ള 3 പേരെ 5 ദിവസത്തേക്കാണ് NCBയുടെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. NCBയുടെ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായകമായ വിവരങ്ങൾ പ്രതികൾ കൈമാറിയിട്ടുള്ളതും. ഈ പ്രതികൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 3 പേരും 4 പേര്, അതായത് എഡിസൺ, അരുൺ തോമസ്, ഡിയോള്, കൂടാതെ ഡിയോളിന്റെ ഭാര്യ, ഈ 4 പേരും, അഞ്ജു, ഈ 4 പേരും ഒരേ കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചിരുന്ന ആളുകളാണ്. ഇതിൽ എഡിസൺ ആണ് ഡാർക്ക് വഴിയുള്ള ലഹരി കച്ചവടം ആരംഭിക്കുന്നത്. പിന്നീട് അരുൺ തോമസിനെയും ഡിയോളിനെയും അഞ്ജുവിനെയും എല്ലാം കൂടെ ചേർക്കുകയായിരുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള കച്ചവടം ഇവർ നടത്തിക്കഴിയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഈ കച്ചവടം എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു വലിയ ഡീല് രാജ്യത്താകമാനം നടത്താൻ ഇവർ തീരുമാനിച്ചിരുന്നു. അത് 25 കോടി രൂപയുടെ ലഹരി മരുന്ന് രാജ്യത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ 25 കോടി രൂപയുടെ ലഹരി മരുന്ന് എത്തിച്ച് വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ പ്രതികൾ പിടിയിലായത്. അവസാന കച്ചവടത്തിന് മുന്നോടിയായി പ്രതികളെ NCB പിടികൂടി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പ്രതികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന എഡിസൺ ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമൂഹവുമായി യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് എഡിസൺ NCBയെ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ സഹിൻ, ശരി. എഡിസന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.